ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒറിജിൻ പോയിന്റും അതിൻ്റെ യൂസേജുമാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എൻ്റെ ഇതേ ചാനലിലുള്ള പഴയ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒറിജിൻ പോയിന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആർ കീ പ്രസ് ചെയ്യുമ്പോൾ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും സ്കെയിൽ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒറിജിൻ പോയിന്റിനെ അപേക്ഷിച്ചായിരിക്കും റൊട്ടേഷനും സ്കെയിലിങ്ങും നടക്കുന്നത്. ഇവിടെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ ഈ ഒറിജിൻ പോയിന്റിൻ്റെ ലൊക്കേഷനാണ് ജിയോമെട്രിയുടെ ലൊക്കേഷനായിട്ട് ഇവിടെ കാണുന്നത്. ഞാൻ ഈ ക്യൂബ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ക്യൂബ് വെർട്ടെക്സ് മോഡിൽ സ്നാപ്പ് ഓൺ ആക്കുന്നു. സ്നാപ്പ് എനേബിൾ ചെയ്തതിന് ശേഷം ഈ ക്യൂബിൻ്റെ രണ്ട് വെർട്ടെക്സ് പോയിന്റ് നമ്മൾ സ്നാപ്പ് ചെയ്ത് വയ്ക്കുന്നു. ഇനി ഞാനിവിടെ റൊട്ടേഷൻ ചെയ്താൽ ഈ ക്യൂബ് ഇവിടെ ഈ പോയിന്റിനനുസരിച്ചായിരിക്കും റൊട്ടേഷൻ നടക്കുന്നത്. എനിക്കിതാ ഈ ജോയിൻ ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിനനുസരിച്ച് റൊട്ടേഷൻ നടക്കണം. അതിനായിട്ട് ഞാൻ 3D കർസർ സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 3D കർസർ എനേബിൾ ചെയ്യുന്നു. ഇനി ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ സ്നാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ക്യൂബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒബ്ജക്റ്റ് എടുക്കുക. അതിനുശേഷം സെറ്റ് ഒറിജിൻ ടു 3D കർസർ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒറിജിൻ ഈ 3D കർസർ എവിടെയാണ് അവിടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ R പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ S പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്താലും ഒക്കെ ആ പോയിന്റിനനുസരിച്ചായിരിക്കും സ്കെയിലിങ്ങും റൊട്ടേഷനും ഒക്കെ നടക്കുന്നത്. ഇനി നമുക്ക് സ്കെയിലിങ്ങിലും റൊട്ടേഷനിലും എങ്ങനെ സ്നാപ്പ് എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈ ക്യൂബ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എക്സ് ആക്സിൽ കുറച്ച് നീക്കി വയ്ക്കുന്നു. അതിനുശേഷം എനിക്ക് ഈ ക്യൂബ് എക്സ് ആക്സിൽ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് സ്നാപ്പ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് സ്കെയിൽ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മതി. എന്നിട്ട് എക്സ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് സ്നാപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഈ ടോപ്പ് വ്യൂയിലേക്ക് പോകുന്നു. ഈ ക്യൂബോർഡ് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. ഇതിനുശേഷം എനിക്ക് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. പക്ഷേ സ്നാപ്പ് എനേബിൾഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് സ്നാപ്പ് ആവുന്നില്ല. സ്നാപ്പ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൊട്ടേറ്റും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം R പ്രസ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കറക്റ്റ് സ്നാപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു യൂസ് കേസ് നോക്കാം. ഞാനിവിടെ ഈ 3D കർസറിലൂടെ കൊണ്ടുവരുന്നു. ഞാനൊരു മെഷിൽ ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ഈ ക്യൂബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഈ ക്യൂബിൻ്റെ ഒറിജിൻ പോയിന്റ് കറക്റ്റായിട്ട് ഇവിടെ സ്യൂട്ട് ആവുന്നതായിട്ട് എനിക്ക് വേണം. അതിനായിട്ട് ഞാൻ ഇനി ഒന്ന് മൂവ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആക്ച്വലി ഇതിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള മറ്റ് വെർട്ടെക്സ് പോയിന്റുകളാണ് ഇവിടെ ആദ്യം സ്നാപ്പ് ആവുന്നത്. ഈ ഒറിജിൻ പോയിന്റ് ഇവിടെ സ്നാപ്പ് ആവാനുള്ള ചാൻസ് ഇല്ല. അത് സ്നാപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്നാപ്പ് വിത്ത് ക്ലോസസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ആക്റ്റീവ് കൊടുത്താൽ ഒറിജിൻ പോയിന്റ് എവിടെയാണോ അവിടെ അത് വന്നിട്ട് ഇവിടെ സ്നാപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ G പ്രസ് ചെയ്തതിന് ശേഷം അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കറക്റ്റായിട്ട് സ്നാപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 3D കർസർ നമുക്ക് വേൾഡ് ഒറിജിൻ അതായത് 000 കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് S പ്രസ് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് തരും. അതിനകത്ത് കർസർ ടു വേൾഡ് ഒറിജിൻ എന്ന് കൊടുത്താൽ അവിടേക്ക് പോകുന്നതായിരിക്കും. ഇനി നമ്മൾ ആദ്യം എടുത്ത ഈ ക്യൂബിൻ്റെ ഒറിജിൻ പോയിന്റ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ഒറിജിൻ പോയിന്റ് ക്യൂബിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് എടുക്കുക. അതിനുശേഷം സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി എന്ന് കൊടുത്താൽ ജിയോമെട്രിയുടെ കറക്റ്റ് സെൻറ്ററിലേക്ക് അതിൻ്റെ ഒറിജിൻ പോയിന്റ് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു പോയിന്റിനനുസരിച്ചായിരിക്കും സ്കെയിലിങ്ങും റൊട്ടേഷനും ഒക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.